ആറാം അധ്യായം അതിന്റെ 12ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. 6-ന്റെ 12ാമത്തെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. അപ്പൊ വാഗ്ദത്തങ്ങളെ അവകാശം ആക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. സ്തോത്രം. ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒത്തിരി വാഗ്ദത്തങ്ങളുടെ ഫുൾഫിൽമെന്റ്, അതിന്റെ പൂർത്തീകരണ ജീവിതത്തില് അനുഭവിക്കാൻ ഇടയായവരാണ് നാമൊക്കെ. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞിട്ടുള്ള ചില വാഗ്ദത്തങ്ങളുടെ ഫുൾഫിൽമെന്റ് ആയിട്ടാണ് ഈ രാജ്യത്ത് നിങ്ങളിൽ പലരുമായിരിക്കുന്നത്. അങ്ങനെ ഞാനും അങ്ങനെ തന്നെ വന്നവന്. എന്റെ ആദ്യത്തെ അമേരിക്കൻ ട്രിപ്പാണ്. എന്നാൽ കുറേ വർഷം ചുരുട്ടിക്ക് ഇറങ്ങിയ 10-25 വർഷം മുമ്പ് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് നിവൃത്തിയായി ഇന്നതിനെ കണ്ട ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവം എനിക്ക് അവസരം തരും. വാഗ്ദത്തങ്ങൾ ക്രിസ്തീയ ജീവിതത്തില് നമുക്ക് ദൈവവുമായുള്ള നമ്മുടെ ദൈനംദിന ജീവിത ബന്ധത്തില് ആ ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുവാൻ സഹായമാകുന്ന ഒരു ഘടകമാണ് പ്രോമിസസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വാഗ്ദത്തങ്ങൾ നൽകുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വചനം മുഴുവൻ വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം വാഗ്ദത്തങ്ങളാണ്. നമുക്ക് എല്ലാ ദിവസവും ഏറ്റെടുത്താലും പിന്നെയും അധികം വരുന്ന വിധത്തിൽ ബൈബിൾ വാഗ്ദത്തങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ വാഗ്ദത്തങ്ങൾ ദൈവം തന്നിരിക്കുന്നത് വേദപുസ്തകം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തന്നിരിക്കുന്നതാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിപ്പാൻ നമ്മൾ പഠിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയില് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഒരു കാഷ്വൽ പ്രയറാണ് നമ്മുടെ പ്രാർത്ഥന. വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കൾക്ക് വേണ്ടിയും ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ദൈവദാസന് വേണ്ടിയും സഭയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയോ അംഗങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഒരു സർക്കിളില് നമ്മൾ പ്രാർത്ഥനയാണ് ഒതുക്കുകയാണ്. സ്തോത്രം. ഞാൻ പറയുന്നു, പ്രാർത്ഥന മുറിയിൽ കുടുംബ പ്രാർത്ഥന അങ്ങനെ പൊക്കോട്ടെ, അത് സമയപരിമിതി കൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന സമയം ഉണ്ടായിരിക്കണം. എത്ര തിരക്കാണ് പറഞ്ഞാലും ദിവസം 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം മാറ്റിവെക്കണം. ആ പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയണം. ഇത് ചെയ്തു നോക്കിയേ, അതിന്റെ മറുപടി വളരെ വ്യക്തമായി ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അതിന്റെ മറുപടി നിങ്ങൾ കാണും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ആ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന് വാഗ്ദത്തങ്ങൾ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വാഗ്ദത്തം നമ്മുടെ അകത്താക്കി ആ വാഗ്ദത്തത്തെ ദൈവത്തെ ഓർപ്പിച്ചുണർത്തി പ്രാർത്ഥിച്ചാൽ അതിന്റെ മറുപടി തരാതിരിക്കാൻ ദൈവത്തിന് കഴിയുകയാണ്. വാഗ്ദത്തം ദൈവം നമുക്ക് കൈമുതലായി തന്നിരിക്കുന്നതാണ്. വിശ്വാസികളുടെ പിതാവിനെ പിടിച്ച് ഇറക്കിയപ്പോൾ ദൈവം പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ഒന്നും അങ്ങോട്ട് കൊടുത്തില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1 പിടി വാഗ്ദത്തങ്ങളാണ് കൈമുതലായിട്ട് അങ്ങോട്ട് കൊടുത്തത്, വേറെ ഒന്നും കൊടുത്തില്ല. ഇതാ പിടിച്ചോ പ്രധാനം പൊയ്ക്കോ, ഇന്ന് എത്രയും സംഗതികളെ കൊണ്ടുപോകാൻ പറഞ്ഞ 1 പിടി വാഗ്ദത്തങ്ങളാണ് കൊടുത്തു. 12 അധ്യായം വായിക്കുമ്പോൾ ആ വാഗ്ദത്തങ്ങളുടെ ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങൾ കൊടുത്ത വാഗ്ദത്തങ്ങളിലാണ് അബ്രഹാമിന്റെ പ്രയാണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തയില് ഒന്നിന്റെ ഭാഗത്ത് വരുന്നു. അപ്പൊ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് അവകാശമാക്കാൻ തന്നിരിക്കുന്നതാണ്. ആ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. നമ്മുടെ മുന്നിലുള്ള പരിമിതമായ സമയങ്ങൾ ഞാൻ ഇബ്രായ ലേഖനം പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏകദേശം 10 കാര്യങ്ങൾ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാനായിട്ട് ഈ എബ്രായ ലേഖനത്തിൽ മാത്രം പറഞ്ഞിട്ടുണ്ട്. വേറെ എങ്ങുമല്ല, എബ്രായ ലേഖനത്തിൽ മാത്രം
വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ സഹായിക്കുന്ന 10 കാര്യങ്ങൾ, സഹായിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതോ ആയ 10 കാര്യങ്ങൾ. ഒന്നാമത്തേത് നോക്കി 6-ാം അധ്യായം തന്നെ നമ്പർ 1, 8-ാമത്തെ വർഷം. അത് കൊള്ളരുതാത്തത് ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളകാത്ത അവസാനം. 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പലപ്പോഴും പെയ്ത മഴ പിടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ. വാഗ്ദത്തത്തെ അവകാശമാക്കാനുള്ള ഒന്നാമത്തെ നമ്മുടെ ചിന്ത അല്ലെ നമ്മളുള്ള ആഹ്വാനം എന്ന് പറയുന്നത് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്ന ഒരു ജീവിതമാകരുത് ആത്മീയ ജീവിതം. ആത്മീയ ജീവിതം ഫലമുള്ള ജീവിതമായി മാറും. ഫലമുള്ള ജീവിതത്തിനാണ് വാഗ്ദത്തത്തെ അവകാശമാക്കാൻ കഴിയുന്നത്. എന്തിനാ ദൈവം നമ്മെ വിളിച്ചത്? എന്തിനാ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്? ശിഷ്യന്മാരെ വിളിച്ച് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇവിടെ ആക്കി വെക്കുക. എന്തിനു വേണ്ടി? പോയി ഫലം കായ്ക്കാൻ. ഒരു ഫലമുള്ള ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരായ നമ്മെ ഫലം കായ്ക്കാൻ ആക്കി വച്ചിരിക്കുന്നു. ആ ഫലം നമ്മിൽ നിന്ന് തോട്ടത്തിന്റെ ഉടയവനായ യജമാനൻ എന്നും പ്രതീക്ഷിക്കുന്നു. കായ്ക്കുന്നതിന് എന്ത് ചെയ്യുന്നു? അധിക ഫലം കായ്ക്കേണ്ടതിന് ശക്തി വെളിപ്പാക്കുന്നു. അപ്പൊ ഫലം കായ്ക്കുന്നത് ജീവിതത്തിന് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഫലമുള്ളവരായി ദൈവജനം മാറണം. ദൈവജനത്തിൽ നിന്നുണ്ടാകേണ്ട നിരവധി ഫലങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ തന്നെ പൗലോസ്ലീഹായും മറ്റു അക്കമിട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങളെന്ന് പറയുന്നില്ല, ഫലം എന്നാ പറയുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5:22, 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ആത്മാവിന്റെ ഫലം 9 കൂട്ടം കാര്യം ഇവിടെ പറയുന്നുണ്ട്. ആ കാര്യം 9 കൂടെ കൂടി ഫലം എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ് എന്നല്ല, ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഒറ്റ ഫ്രൂട്ടിനകത്ത് തന്നെ ഉണ്ടാകേണ്ടതെല്ലാം ഈ 9 വെറൈറ്റീസ് എന്നാ അത് പറഞ്ഞ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ത്യയിലും ഇതിനപ്പുറം ഒരു ന്യായപ്രമാണം ഇല്ലെന്നാ പറയുന്നത്. അപ്പൊ സകല ന്യായപ്രമാണവും സകല പഠിപ്പിക്കലും ഇതിനകത്ത് ഒതുങ്ങിയിരിക്കുക. ഏതിനകത്ത്? ആത്മാവിന്റെ ഫലത്തിനകത്ത്. ഒരു ദൈവത്തിന്റെ പൈതലിനെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ഫലം കായ്ക്കാനാണ്. ഇന്ത്യയിലായാലും ഫലം കായ്ക്കണം, അമേരിക്കയിലായാലും ഫലം കായ്ക്കണം. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ അത് ദൈവത്തിന് ഹിതകരമല്ല. അത് വാഗ്ദത്ത നിവൃത്തിയെ തടയുന്നതാണ്. മുള്ളും ഞെരിഞ്ഞിലും വാഗ്ദത്തങ്ങളെ ഞെരുക്കുന്നതാണ്. ദൈവം നൽകിയ അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ, മുന്നേറ്റത്തിന്റെ, നന്മകളുടെ വാഗ്ദത്തങ്ങളെ ഞെരുക്കിക്കളയുന്നതാണ് മുള്ളും ഞെരിഞ്ഞിലും. അത് ആത്മീയ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അത് മുളയ്ക്കാൻ അനുവാദം നാം കൊടുക്കരുത്. ഒന്നാമത്തേത് അത് സമയപരിമിതി പെട്ടെന്ന് പറയും. രണ്ടാമത്തെ കാര്യം വാഗ്ദത്തങ്ങളെ അവകാശം. 10-ാമത്തെ വാക്യം വായിച്ചു. 10-ാം വാക്യം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ സന്തോഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മടങ്ങുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. വാഗ്ദത്തത്തെ അവകാശമാക്കാനുള്ള രണ്ടാമത്തെ ഘടകങ്ങളുടെ പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തി ശുശ്രൂഷ ക്രമപ്പെടണം. പ്രവൃത്തിയെ നോക്കുന്ന ഒരു ദൈവം, ശുശ്രൂഷയെ നോക്കുന്ന ഒരു ദൈവം. ലേഖനത്തില് സഭകൾക്ക് ദൂതെഴുതുമ്പോൾ സഭയോട് വളരെ ഗൗരവമായിട്ട് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എന്നിട്ട് മറക്കല്ലേ, അത് പറഞ്ഞിട്ടവിടെ നിർത്തുകയല്ല, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ. അപ്പൊ കണ്ടോ, പ്രവൃത്തിയും വാതിലും ഒരുമിച്ച് കേട്ടോ. പ്രവൃത്തി അറിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? വാതിൽ തുറക്കുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ ദൂത് പറയട്ടെ, പണകണ്ട. നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിച്ച പല വാതിലും തുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഓർക്കണം, പ്രവൃത്തി അല്പം കൂടെ ശരിയാകാം. സ്തോത്രം. പ്രവൃത്തിക്കനുസരിച്ച് വാതിൽ തുറക്കുന്നതേക്കോ. ആമേൻ. അപ്പൊ നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ശുശ്രൂഷ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും. That is the present continuous tense. You were doing it and you have to do it. അതിവിടെ പറയുമ്പോൾ you are doing it എന്നാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുക. ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറക്കാത്ത ദൈവം.
ദൈവിക വാഗ്ദത്തങ്ങൾ നാം അവകാശമാക്കാനായിട്ട് ദൈവം പറയുന്നു, ശുശ്രൂഷിക്കുന്ന ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. പ്രവൃത്തി ദൈവസന്നിധിയില് യോഗ്യമാകണം. ദൈവത്തിന്റെ മുൻപാകെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ മുൻപാകെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങി വരുന്ന അവന്റെ കണ്ണുകളുടെ മുൻപില് എന്റെ പ്രവൃത്തി നന്നായിരിക്കണം, ചൊവ്വായിരിക്കണം. അവിടെ മാത്രമേ ദൈവിക വാഗ്ദത്തങ്ങൾ എനിക്ക് അവകാശമാക്കാൻ കഴിയും. ഞാന് ഒരു പാഴ്ത്തുണയിൽ ജനിച്ചു വളർന്നതാണ്. മലബാറില് കണ്ണൂർ ജില്ലയില് ഒരു ഓണഞ്ചേറാമൂലയില് അസംബ്ലി ബോർഡിൽ ഒരു പാഴ്ത്തുണയിൽ ജനിച്ചു വീണു. ആശുപത്രിയിലല്ലായിരുന്നു. പാട്ടുണ ഒരു പാർട്ടിയുടമാനായിരിക്കുന്ന നിങ്ങളുടെ വാർത്ത. അദ്ദേഹത്തിന്റെ പിതാവ് ദീർഘവർഷങ്ങൾക്ക് സാധ്യതകാലത്ത് ഒത്തിരി കഷ്ടതയിലും പ്രയാസത്തിലൊക്കെ ചെയ്തതാണ്. എന്റെ അപ്പനും അങ്ങനെ തന്നെ ദൈവവേലകളുടെ കഷ്ടത്തില്ല. അദ്ദേഹത്തിന്റെ പിതാവിന് എനിക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങളതിലുള്ള ബന്ധങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യസമയത്ത് കിടക്കയില് ഷേർലിയിൽ അവിടെയുണ്ട്. കിടക്കയില് ഒരു ലാസ്റ്റ് മിനിറ്റ് കുമ്മനാടൊന്ന് ഞാനും മേടിച്ച് ഞങ്ങൾ 3-4 പേര് അവിടെ ചെന്നു. ഒരു അരമണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ടൈമാണ് എന്തോ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അവിടെ 2-3 പേരെ കൂട്ടി അവിടെ പാത്രയെ കുറിച്ച് പാത്രങ്ങൾ പാട്ടൊക്കെ പാടാമെന്ന് പറഞ്ഞു. ഞങ്ങള് ലോകനോട്ടം തികച്ചു സ്വർഗീയ വിരുദിനായി എന്നുള്ള ആ പാട്ട് ഞങ്ങൾ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ടും പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പത്തിൽ അവിശ്വാസം വലിച്ച് കർത്തവ്യത്തിലേക്ക് ചേർക്കപ്പെട്ടത്. അധ്വാനിച്ച ഒരു ദൈവദാസനാണ്. എനിക്ക് ഒത്തിരി ബഹുമാനം ഉണ്ടായിരുന്ന ദൈവദാസൻ. അപ്പൊ ഞാൻ പറഞ്ഞു, പാഴ്സണൽ ജീവിതം ഒക്കെ ഞാന് ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. മലബാറിലെ കുറെ കൂടെ പരിമിതവും കുറെ കൂടെ ബുദ്ധിമുട്ടുമുള്ള ജീവിതമൊക്കെയായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ 5-6 മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ചോറൊന്നും ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാ ദിവസവും ചോറുണ്ണാനില്ല എന്നുണ്ട് ഞങ്ങൾ ഓർമ്മയുണ്ടായിരുന്നു. കപ്പ മാത്രം തിന്നോണ്ട് ജീവിക്കുന്നത് ജനങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അമേരിക്കയിലല്ല, ഇതിനൊക്കെ വലിയ രാജ്യത്തെ എന്നാലും ഞാനത് വിളിച്ചു പറയാൻ എനിക്കൊരു ലജ്ജയുമില്ല. കാരണം എന്റെ ദൈവം എന്നെ കൊണ്ടുവന്ന പാത ഓർക്കുമ്പോൾ പറയാൻ ഒരു മുണ്ടെടുക്കാൻ പ്രായമായപ്പോൾ ഒരു മുണ്ട് കൊടുക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു പുതിയ മുണ്ട് വാങ്ങിച്ചു തരാൻ നിവൃത്തിയില്ലാതെ എന്റെ അപ്പൻ ഒത്തിരി നാൾ കൊടുത്ത ഒരു മുണ്ട് സൂചി കൊണ്ട് അവിടെ ഒരു തയ്ച്ചതുകൊണ്ട് ആദ്യമായിട്ട് എടുക്കേണ്ടി വന്നതാണ് ഞാൻ. ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങിയ ദിവസം ദൈവവിളി കേട്ട് ബൈബിൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ എല്ലാ ചെറുപ്പക്കാരെയും ഒരു പാൻറിട്ടോട് പോകാൻ ആഗ്രഹമുണ്ടായിട്ട് ഒരു പാൻറിന്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കി, മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു നോട്ടം നോക്കി ഒരു പാൻറ് തയ്പ്പിച്ചു തരാനോ എടുത്തു തരാനോ മാർഗമില്ലാതിരുന്നു. എന്റെ ജ്യേഷ്ഠൻ അസംബ്ലി ബോർഡിന്റെ ഇന്നത്തെ ലീഡേഴ്സ് ഒരാളായിരിക്കുന്ന പാസ്റ്റർ കെ ജെ മാത്യു 4 വർഷം സകലേഷ്യ ബൈബിൾ കോളേജില് ഉപയോഗിച്ച ഒരു നരച്ച പാൻറാണ് ഞാൻ ആദ്യം ഒരു പാൻറായിട്ടിടുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം അംഗീകരിച്ചുകളെല്ലാം ഉണ്ടായിരുന്നപ്പോഴും വീട്ടിലൊരു ദൈവദാസൻ വന്നാൽ, ഒരു ദൈവമക്കൾ വന്നാൽ, അപ്പനെ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പത്നിയാണെന്നറിഞ്ഞാൽ വീട്ടിലുള്ളത് എടുത്തുകൊണ്ടുപോയി കൊടുക്കുകയോ ആളെ വിളിച്ചു കൊടുക്കുകയോ ചെയ്ത് ആളുകളെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നത് കണ്ണാനുഭവിച്ചിട്ടുള്ളതാണ്. അതിന്റെ നന്മ ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാകുന്നുവെന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാൻ സന്തോഷം. ഇവിടെ ഇരിക്കുന്ന പലർക്കും അനുഭവമുണ്ടെന്നറിയാം. നിങ്ങളിൽ പലരും ഇന്ന് പകലിവിടെ ആയിരിക്കുമ്പോൾ കണ്ണൊന്നും നിറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആയിരിക്കുന്നത് പിന്നിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിന്റെ നന്മയുള്ള ഓർക്കണം. മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ പല സ്വപ്നം ആഹാരം അവൻ വയറും മുറുക്കി കെട്ടിക്കൊണ്ട് അവർ കഴിക്കാതെ ദൈവങ്ങൾക്ക് കൊടുത്തതിന്റെ നന്മ അനുഭവിക്കാൻ നമുക്കിടയായെങ്കിൽ ഇന്ന് പറഞ്ഞ സ്വപ്നം പറയുന്നത് ഒട്ടും നിന്റെ പ്രവൃത്തിയും ശുശ്രൂഷയും അറിഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് നിവർത്തി തരുന്നത് പ്രവൃത്തി അറിയുന്നത് ശുശ്രൂഷ. നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കട്ടെ, ദൈവമുൻപാകെ നന്നായിരിക്കട്ടെ. നമ്മുടെ പ്രാഗൽഭ്യം കർത്താവുമായിട്ടാണ്. ദൈവമായുള്ള പ്രാഗൽഭ്യത്തിൽ നമ്മുടെ പ്രവൃത്തി ചോദ്യം ചെയ്യപ്പെടാത്തതായി മാറട്ടെ. നമ്മെ കണ്ടാവോളം
ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതിന് ഇന്നും മടി കാണിക്കുന്ന പ്രിയരെ, ദൈവം നന്മകൾ തന്നിട്ടുണ്ടെങ്കിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിന് മടി കാണിക്കാതെ അത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ദൈവത്തിൽ ആവർത്തിക്കുന്നു. 11-ാമത്തെ വാക്യം വേഴ്സ് 11. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. വാഗ്ദത്തങ്ങളെ അവകാശമാക്കാനായിട്ട് ഉള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. ആരംഭശൂരത്വം മാത്രം പോരാ, അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. ഇറങ്ങിത്തിരിച്ച നാളുകൾ നമുക്ക് വലിയ ആവേശമാണ്, വലിയ സന്തോഷമാണ്. നമ്മൾ കൈയടിക്കും, പാട്ടുപാടും, ആത്മാവിൽ ആരാധിക്കും. ആദ്യമായിട്ട് അഭിഷേകം പ്രാപിച്ച ദിവസമൊക്കെ ഇന്നൊന്ന് ഓർക്കാനായിട്ട് പറ്റും. അഭിഷേകം പ്രാപിച്ചവരൊക്കെ ആദ്യ അഭിഷേകം പ്രാപിച്ച സ്പിരിറ്റ് ഇന്നുണ്ടോ എന്ന് എന്നോട് പറയണ്ട, നമ്മൾ തന്നെ ചിന്തിച്ചാണ്. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കും. ആത്മീയ ജീവിതം ക്ഷീണിക്കാനുള്ളതല്ല. ആത്മീയ ജീവിതത്തിൽ ക്ഷീണം പാടില്ല. ക്ഷീണം പാടില്ല എന്ന് വ്യക്തമായി പറയുന്നു. ക്ഷീണം തോന്നിയാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഭാവിയിടാത്തവയ്ക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളും. അവ ക്ഷീണിക്കാതിരിക്കാൻ ധ്യാനിക്കാനുള്ള ഘടകം വന്നിട്ടുണ്ട്. ധ്യാനിച്ചോണം, ധ്യാനിച്ച് ക്ഷീണത്തെ അകറ്റിക്കോണം. ഉത്സാഹം കഴിക്കണം. അവസാനത്തോട് ഒരുപോലെ ഉത്സാഹം കഴിക്കണം. ആമേൻ. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ വി ആർ ഇൻ എ വാർഫെയർ, അല്ലെ, ഒരു യുദ്ധക്കളത്തിലല്ലേ നമ്മളെ നിർത്തിയേക്കുന്നത്. നമ്മൾ എന്നും പോരാടി ജയിക്കേണ്ടവരാ. നമുക്ക് പോരാട്ടം ആരോട്? ജനങ്ങളോട് അല്ലല്ലോ. ആമേൻ. വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിലെ സംഭവങ്ങളുടെ ദുഷ്ടാത്മസ്ഫേരയോടുള്ള പോരാട്ടക്കളയിലാണ് നാം നിൽക്കുന്നത്. അപ്പോൾ ഉത്സാഹം കുറഞ്ഞു പോകരുത്. അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കഴിച്ച് ജയിച്ച് ജയാളികളായി വാഗ്ദത്തത്തെ അവകാശമാക്കണം. ഉത്സാഹം കുറയരുത്. 12-ാമത്തെ വാക്യമായിട്ട് 12-ാം വാക്യം അടുത്തത് നമ്മൾ വായിച്ച വാക്യം തന്നെയാണോ ഒന്നിവിടെ? അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരുടെ അധികാരികളായി തീരും. അവിടെ പറയുന്ന ഒരു കാര്യം മന്ദത, മന്ദത. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ട് ബന്ധമുണ്ട്. 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ മന്ദതയുള്ളവരാകരുത്, വിശ്വാസത്താലും ദീർഘക്ഷമയാലും. വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ ഒരു ഘടകം വിശ്വാസം, മറ്റൊന്ന് ദീർഘക്ഷമ. വിശ്വാസത്താൽ നിറഞ്ഞവരായിട്ട് നമ്മൾ മാറണം. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ്. ദൈവമാണ് പറഞ്ഞതെങ്കിൽ ദൈവം പറഞ്ഞതിന് ദൈവം നിവർത്തിക്കും. അതുകൊണ്ട് എന്നിലെ വിശ്വാസം പറയാനായിട്ട് പാടില്ല. ആമേൻ. ഞാനൊരു വാചകം കൂടെ ചേർത്ത് പറയട്ടെ. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പ്രിയരെ, വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന വാഗ്ദത്തമാണെങ്കിൽ അതിന് മാറ്റം വരില്ല. അത് ചെയ്യാൻ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന്റെ വായിൽ നിന്ന് വാഗ്ദത്തങ്ങൾ ദൈവത്തിന് മാറ്റാൻ പറ്റില്ല. തന്റെ സ്വഭാവം ത്യജിക്കുന്നവനല്ല ദൈവം. ദൈവത്തിന്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയില്ലെങ്കിൽ താൻ പറഞ്ഞ വാക്കുകളെയും മാറ്റാൻ ദൈവത്തിന് കഴിയില്ല. അവൻ ഇന്നല്ലെങ്കിൽ നാളെ അത് നിവർത്തിക്കും. അതുകൊണ്ട് വിശ്വാസത്തിൽ കുറഞ്ഞു പോകരുത്. വിശ്വാസം നമ്മിൽ വർദ്ധിച്ചു വരണം. ദൈവത്തെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ നാം തയ്യാറാകണം. അവിടെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത്. വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ആ ദീർഘക്ഷമയ്ക്ക്, ആ ക്ഷമയുടെ ഇപ്പത്തൊരു ദീർഘം എന്ന പ്രയോഗം കൊടുത്തിട്ടുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അത് നമ്മിൽ പലർക്കും ആ ദീർഘമില്ലാത്തതിന്റെ കുഴപ്പമുണ്ട്. ആ ദീർഘം അവിടെ ചേർത്ത് ക്ഷമ നമുക്കുണ്ട്, പക്ഷെ നമുക്ക് എന്തില്ല? ദീർഘക്ഷമയില്ല. ഞാൻ 10-17 വർഷമായിട്ട് ബൈബിൾ കോളേജിന്റെ സാധാരണ പോലെ ചുമതലയും കാര്യങ്ങളും അവിടുത്തെ സ്റ്റുഡൻസിന്റെ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടേണ്ടതായി വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ. 18 വയസ്സും മുതൽ ഒരു 60-69 വയസ്സ് വരെയുള്ള റേഞ്ചിനിടയിലായി സ്റ്റുഡൻസ്. 69 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ഇങ്ങനെ നമിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നവരുടെ മുന്നിൽ, അല്ല ഗവൺമെന്റ് ജോലിയിലെ തിരുവനന്തപുരത്താരായിട്ടൊക്കെ വന്ന് പഠിക്കുന്നവരൊക്കെയാണ്. ഈ റേഞ്ചിലുള്ള ആളുകളെയാണ് കൈകാര്യം ചെയ്യുന്നത്.
18 വയസ്സുകാരന് 69 വയസ്സുകാരന്റെ മകന്റെ മകനോ ഒക്കെ ആകാൻ പ്രായമുള്ള പലരും. ഇവരൊക്കെ ഒരുമിച്ചുള്ള താമസത്തിലൊക്കെ അല്ലറ ചില്ലറ പരിപാടികൾ, പ്രശ്നങ്ങൾ, ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വ്യവസ്ഥ. ഞാൻ ദീർഘക്ഷമ നല്ലപോലെ പഠിച്ചത് ഇവന്മാരെ ജയിക്കാൻ തുടങ്ങി. പിന്നെ തവാവരി വളർന്നു. തവാവരി മാത്രം ദീർഘക്ഷമ ഞങ്ങൾ പഠിച്ചേ പറ്റും. വലിയ വലിയ ബുദ്ധിമുട്ട്. മദ്രാസിലൊക്കെ 6-7 വർഷം ഞാൻ ഇരുന്ന് പറഞ്ഞത് മദ്രാസിൽ ആദ്യത്തെ സഭ എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഞാൻ ആദ്യം എന്നെ അങ്ങോട്ട് അവിടുത്തെ ഒരു പാസ്റ്റർ പരിപാടിയെല്ലാം നിർത്തി യാത്രയിൽ പോലും വാങ്ങാതെ രായികരാമാണ് ഒരു വണ്ടി പിടിച്ച് സാധനം കിട്ടി ബോംബെക്ക് ഓടിപ്പോയ സ്ഥലത്തൊക്കെ എന്നെ പറഞ്ഞു. ഒരു 3 വർഷം കൊണ്ട് അത്യാവശ്യ കാലത്തെ ഞാൻ പഠിച്ചു. ഒരാൾ വന്ന് ഒരു ദിവസം വന്ന് പറഞ്ഞത് ഒരു കാര്യമില്ലാതെ ഒരു കപ്പലെ ജോലിക്കാരനാണ് വന്ന് അങ്ങ് ദേഷ്യപ്പെട്ട്. ഞാൻ ഏറ്റവും വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരിയാക്കി നമുക്ക് തമ്മിൽ മനസ്സിലാകുന്ന വെച്ച് സംസാരിക്കും. പുള്ളിക്കൊന്ന് ദേഷ്യം കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ദൈവം പാത്രം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെറുപ്പിച്ച് വന്ന് എന്റെ മൂക്കിന്റെ അടുത്ത് തുടങ്ങുന്നു. പാത്രം ഒത്തിരി ദീർഘക്ഷമ വേണം കേട്ടോ. വലിയ ബുദ്ധിമുട്ട്. ഒരു 6-7 വർഷം ഇതിനെല്ലാം കൂടെ പോറ്റി എന്റെ തലയിലുള്ള മുടി പോലും വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തമ്മിൽ കാണുമ്പോ ഈ പിള്ളേരുടെ തല ഇതുപോലുള്ള രണ്ടുപേർക്കും ഞാനൊരു കാര്യങ്ങൾ ഞാൻ കോംപ്ലക്സിക് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നു പ്രസംഗശാസ്ത്രം. അപ്പൊ ഈ പ്രസംഗിക്കുന്നവരോട് അതിന്റെ തത്വങ്ങൾ പഠിക്കുമ്പോൾ അതില് ഒന്നാണ് നമ്മൾ ഈ പ്രീച്ചേഴ്സ് ഷോർട്ട് ടെമ്പേർഡ് ആവാൻ പാടില്ലായിരുന്നു. അതായത് പഠിപ്പിക്കുന്ന ബുക്കിൽ തന്നെ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനുള്ള ബന്ധത്തിൽ പറയാം. ഒരു പാസ്റ്റർ ഒരു ദിവസം സഭായോഗത്തിന് ക്ഷമയെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അപ്പൊ തനിഷ്മത ക്ഷമ എന്നുള്ള വാക്കുകൾ അതേപോലെ റഫറൻസ് എല്ലാം എടുത്തൊരു 45 മിനിറ്റ് അതിനെക്കുറിച്ച് നല്ല ഭംഗിയായി ശക്തമായിട്ട് പ്രസംഗിച്ചു. പുസ്തകമല്ലെങ്കിൽ ജനങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് ഒരു ഓട്ടർക്കോളൊക്കെ നടത്തി പ്രത്യേകിച്ച് എഴുന്നേറ്റ് ക്ഷമിക്കാനൊക്കെ തയ്യാറായി എന്നാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാഴ്സണലി പാസ്റ്റർ ശ്രമിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരന് അവിടെ ചെന്നിട്ട് പാസ്റ്ററോട് മെസ്സേജിനെ കുറിച്ചൊക്കെ പറഞ്ഞു അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. നൈസ് പാസ്റ്റർ, റിയലി എൻജോയ്ഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചോദിച്ചു, പാസ്റ്റർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ ചോദിച്ച മോനെ പത്ത് കസാലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവനെ വിളിച്ചു പാസ്റ്റർ ഈ പ്രസവിച്ച പോലെ അത്രയും വിളിച്ച് നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? പാസ്റ്റർ പറഞ്ഞു ക്ഷമിക്കാൻ പറ്റും, ക്ഷമിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത്രയൊക്കെ പറഞ്ഞു. അവനൊക്കെ മിണ്ടാതെ ഒരു 2 മിനിറ്റ് അവൻ ചോദിച്ചു എന്നാലും അത്രയും ശ്രമം നടത്തുന്നതായിരുന്നു. ഇന്നുകൂടി പറഞ്ഞു പറ്റും പോലെ പറ്റണം ലഭിക്കുമോ? ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോ അവന് പറഞ്ഞു പാസ്റ്റർ എന്നാ പറഞ്ഞാലും ഇത്രയും ക്ഷമിക്കാൻ പറ്റുമെന്ന് എന്നെ കൊണ്ട് തോന്നുന്നില്ല. അപ്പോഴദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നോടിപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞു ക്ഷമിക്കാൻ പറ്റും, ക്ഷമിക്കണം, അതുകൊണ്ട് ആവശ്യമാണ് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ശരിയാണ്. അതാണ് അവൻ പറഞ്ഞു ഇനി പാസ്റ്റർ എന്നാ പറഞ്ഞാലും ഈ ക്ഷമ നടക്കത്തില്ലെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു വേറെ പറയാനില്ല, മുന്നോട്ട് പറയാം, ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം പറയണമെന്ന്. 45 മിനിറ്റ് പ്രസംഗിക്കാൻ എളുപ്പമാ, 3 പ്രാവശ്യം ക്ഷമിക്കാൻ മതി. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശം ക്ഷമ വളരെ പ്രധാനപ്പെട്ട കുറെ അധികം വേണം. നമ്മുടെയൊക്കെ അതിനും വരവ് നിമിഷമൊക്കെ എടുത്തു മാറ്റിയാലേ വാഗ്ദത്തങ്ങളെ അവകാശമാക്കാൻ പറ്റും. ജനതി കാര്യങ്ങളെ പറയാം. പല ദൈവിക വാഗ്ദത്തങ്ങളും തടയപ്പെടുന്നത് നമ്മുടെ അനാവശ്യ കോപമോ നമ്മുടെ ഷോർട്ട് ടെമ്പറോ മറ്റു ചിലരോടുള്ള നമ്മുടെ കയ്പുകളോ മനസ്സിലെ വിദ്വേഷങ്ങളോ ആവാമെന്ന് ഇന്ന് മുതൽ ഞാൻ സ്നേഹബുദ്ധിയാ ഓർപ്പിക്കുന്നു. ജീവിതത്തെ വിശകലനം ചെയ്താൽ കുറച്ചെങ്കിലും നമുക്ക് പിടിച്ചെടുപ്പാൻ. ദീർഘക്ഷമയാൽ വാഗ്ദത്തങ്ങളെ അവകാശം ആക്കുക. ഒന്ന് ഡയറക്റ്റ് പറഞ്ഞു വെക്കാൻ നമ്മുടെ സാഹചര്യത്തിൽ സഹായം പറയാനാണ്. 15-ാമത്തെ വാക്യം നോക്കിയാൽ 15-ാമത്തെ വാക്യം ദീർഘക്ഷമയോടുള്ള വാഗ്ദത്തം അബ്രഹാമിനെ കുറിച്ച് അത് വീണ്ടും വിടുന്നു. ഇനി അടുത്തത് 7-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിച്ചു നമുക്ക് നിർത്താം.
അബ്രഹാമിനെതിരേറ്റ് അനുഗ്രഹിച്ചു. രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. ജയിച്ചു വരുന്നവനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. വാഗ്ദത്തത്തെ അവകാശമാക്കണമെങ്കിൽ ജയിക്കുന്നവരായിട്ട് മാറും. അങ്ങനെ ജയിക്കുന്നവരെ എതിരേറ്റ് വരാൻ ദൈവം ആളെ അയച്ചു തരും. ജയിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രതിഫലങ്ങളുണ്ട്. വെളിപ്പാട് 2-3 അധ്യായങ്ങൾ വായിച്ചു. 7 സഭകൾക്ക് ദൂത് പറയുന്നിടത്ത് അവിടെ എല്ലാ സഭകളോടും പറയുന്നു ജയിക്കുന്നവൻ ജയിക്കുന്നവൻ ജയിക്കുന്നവൻ. ജയിച്ചു വരുന്നവർക്കാണ് ദൈവത്തിന്റെ അനുഗ്രഹം. ജയിച്ചു വരുന്നവരെയാ ദൈവത്തിന് ഉപയോഗിക്കാനുള്ളത്. ജയിക്കാനാ ഞാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. തോറ്റു തുന്നുമ്പോഴാണുള്ളതല്ല ആത്മീയ ജീവിതം. കുറെ നാൾ ഓടിയിട്ട് സല്യൂട്ട് പറഞ്ഞ് തിരിച്ചു പോകാനുള്ളതല്ല ആത്മീയ ജീവിതം. ജയിച്ചു മുന്നേറാനുള്ളതാണ്. ജയിക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. ജയിക്കുന്നവരെയാ ദൈവം നോക്കുന്നത്. ജയിക്കുന്നവർക്ക് ഒരു പ്രതിഫലമുള്ളത്. ജയിക്കുന്നവനാ നിത്യതയെ ഒരുക്കി വച്ചിരിക്കുന്നത്. അങ്ങനെ വാഗ്ദത്തങ്ങളെ അവകാശം ആക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് അംഗീകരിക്കുന്ന വാഗ്ദത്തങ്ങൾ കാലപ്പഴക്കം കൊണ്ട് അതിന്റെ പ്രാർത്ഥന നിർത്തരുത് കേട്ടോ. 10 വർഷം പ്രാർത്ഥിച്ചിട്ട് മറുപടി കണ്ടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന നിർത്തരുത്. ആ പ്രാർത്ഥനാ വിഷയത്തെ ട്രാൻസ്മിനിലേക്ക് തള്ളിക്കളയരുത്. ഇന്ന് പകൽക്കാല സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തിക്കും ദൈവം ഒരു സമയം കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണണം. അത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലായാലും ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ തലമുറയുടെ ജീവിതത്തിലായാലും ഏത് വിഷയത്തിലായാലും ദൈവം പറഞ്ഞ വാഗ്ദത്തമാണെങ്കിൽ നീ അത് കാണും. അതൊരു സമയം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരായി നമുക്ക് മുന്നേറാം. ഈ ചിന്തകളാൽ കർത്താവിനെ അനുഗ്രഹിക്കട്ടെ.